ഹായ് എവരി വൺ. നിങ്ങൾ ഒരുപാട് പേരെ എന്നോട് റിക്വസ്റ്റ് ചെയ്യുന്ന പിസ്താഷ്യോ കുനാഫ ചീസ് കേക്കിന്റെ ഡീറ്റെയിൽ വീഡിയോ ചെയ്യോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഫൈനലി ഞാൻ ആദ്യമായിട്ടാണ് റെസിപ്പിയുടെ ഫുൾ വീഡിയോ ചെയ്യുന്നത്. ഷോർട്സ് ആണ് നമ്മൾ ചെയ്യാറ്. അപ്പം എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കും വേണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യമായിട്ട് വേണ്ടത് നമുക്ക് കുനാഫയുടെ ഡൗ ആണ്. ഞാനിപ്പോൾ UAE-ലാണുള്ളത്. ഇവിടെ എല്ലാ സൂപ്പർ മാർക്കറ്റ്സിലും ഇത് അവൈലബിൾ ആണ്. ഇപ്പോൾ ഗൾഫിലുള്ള എല്ലാ പ്രൊഡക്ട്സും നാട്ടിലും അവൈലബിൾ ആണല്ലോ. അപ്പോൾ എനിക്കറിയില്ല, ചിലപ്പോൾ ലുലു പോലത്തെ ഹൈപ്പർ മാർക്കറ്റ്സിലൊക്കെ അവൈലബിൾ ആയിരിക്കും നാട്ടിൽ. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഈ ബട്ടർ ഈ കുനാഫും കൂടി നല്ല ടോസ്റ്റ് ചെയ്ത് കുറച്ച് ഇങ്ങനെ ക്രിസ്പി ആവുന്ന ടെക്സ്ചറിലാക്കിയിട്ട് ലോ ഫ്ലെയിമിൽ ഒന്ന് ഇതാക്കി എടുക്കണം. എന്നിട്ട് അതിലേക്ക് നമ്മൾ പിസ്താഷ്യോയുടെ സ്പ്രെഡ് ആഡ് ചെയ്യും. അപ്പോൾ ഈ സ്പ്രെഡ് കിട്ടാത്തവരാണെങ്കിൽ ഈ പിസ്ത വെച്ചിട്ട് എങ്ങനെ സ്പ്രെഡ് ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോസ് ഒന്ന് റെഫർ ചെയ്തിട്ട് അങ്ങനെ ചെയ്താലും മതി. എന്നിട്ട് ഇതിൻ്റെ ഈ ക്രിസ്പി ബേസ് നമ്മൾ കേക്കിൻ്റെ ട്രേയിലേക്ക് ആഡ് ചെയ്ത് നല്ല പ്രസ് ചെയ്ത് കൊടുക്കണം. ശരിക്കും പറഞ്ഞാൽ ചീസ് കേക്കിന് ഏറ്റവും നല്ലത് ഈ മോൾഡ് സൈഡ് ഓപ്പൺ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. പക്ഷെ എൻ്റെ കയ്യിൽ അങ്ങനത്തെ കേക്കിൻ്റെ ട്രേ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ അതുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ അങ്ങനത്തെ മോൾഡ് യൂസ് ചെയ്യാന്നുള്ളതാണ്. ഇനി നമ്മൾ ഇതൊരു 15 മിനിറ്റ്സ് ഫ്രീസ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് സെക്കൻഡ് ലെയറിനുള്ള പരിപാടിക്ക് കിടക്കാം. ഇത് വിപ്പിംഗ് ക്രീമാണ്. ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറ് പക്കിൻ്റെ വിപ്പിംഗ് ക്രീമാണ്. എനിക്ക് ഏറ്റവും ബെസ്റ്റ് വിപ്പിംഗ് ക്രീമായി തോന്നിയിട്ടുള്ള ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് അവൈലബിൾ എങ്കിൽ അത് നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണെങ്കിൽ അത് യൂസ് ചെയ്യാം. നമ്മുടെ ഷോർട്ട് വീഡിയോ കണ്ടവർക്ക് അറിയായിരിക്കും, ഞാൻ ലാസ്റ്റ് ടൈം മിക്സിയിലാണ് വിപ്പിംഗ് ക്രീം അടിച്ചെടുത്തത് കേട്ടോ. അപ്പോൾ ആ സമയത്ത് എൻ്റെ ബീറ്റർ ഉണ്ടായിരുന്നില്ല. പിന്നെ ലോങ് വീഡിയോ എടുക്കാനായപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു എന്തായാലും ഈ കുക്കിംഗ് വീഡിയോസിന് ഹെൽപ്ഫുൾ ആവും, നമുക്കിത് പോയി മേടിക്കുക പറഞ്ഞിട്ട് മേടിച്ചു. അപ്പോൾ നമ്മൾ ബീറ്റർ വെച്ചിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബീറ്റർ ഇല്ലാത്തൊരു ഈ പറയണ പോലെ മിക്സി വെച്ച് ചെയ്തോ ഇതേ സെയിം ടെക്സ്ചറിന് ഒരു ഇത്തിരി ഡിഫറൻസ് ഉള്ളൂ. പക്ഷേ ടേസ്റ്റിനൊന്നും എഫക്റ്റ് ചെയ്യില്ല. അത്യാവശ്യം നല്ല ടെക്സ്ചറൊക്കെ ആയിട്ട് കിട്ടും. അപ്പം അങ്ങനെ ട്രൈ ചെയ്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ചീസ് ആഡ് ചെയ്യണം. ചീസ് മേടിക്കുമ്പോൾ എപ്പോഴും സോൾട്ട് കുറവുള്ള ചീസ് മേടിക്കാൻ നോക്കുക. പൊതുവേ ഫാറ്റ് കുറഞ്ഞ ചീസിന് ഉപ്പ് കുറവായിരിക്കും. പിന്നെ ചീസ് കേക്കിന് ഏറ്റവും നല്ല ബ്രാൻഡ് ഈ ബ്രാൻഡ് യൂസ് ചെയ്യാന്നുള്ളതാണ്. പക്ഷെ എനിക്ക് ഇത് കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ പക്ക യൂസ് ചെയ്യുന്നത് കേട്ടോ ഇവിടെ. ഇനി ഇതിലേക്ക് പിസ്താഷ്യോയുടെ സ്പ്രെഡ് ആഡ് ചെയ്യുക, എന്നിട്ട് നന്നായി ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിതിൽ എക്സ്ട്രാ ഷുഗറൊന്നും ആഡ് ചെയ്യുന്നില്ല, കാരണം നമുക്കിവിടെ കുറച്ച് ഷുഗർ കുറവുള്ള ആൾക്കാരാണ്. പക്ഷെ നിങ്ങൾക്ക് ഷുഗർ എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ചീസും പിസ്താഷ്യും കൂടി ബീറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഷുഗർ പൗഡറായിട്ട് അടിച്ചിട്ട് എക്സ്ട്രാ ആഡ് ചെയ്താൽ മതി. അപ്പോൾ ആ ചീസിൻ്റെ സോൾട്ടും ഇതും കൂടി ഒന്ന് ബാലൻസ് ആവും. പക്ഷെ നമുക്ക് ഇത്ര മധുരം വേണ്ടേ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആയതുകൊണ്ടാണ് എക്സ്ട്രാ ആഡ് ചെയ്യാത്തത്. പിന്നെ പിസ്താഷ്യോയുടെ സ്പ്രെഡിൽ ഓൾറെഡി സ്വീറ്റ്നെസ് ഉണ്ടാവും. ഓക്കെ, ഇനി നമ്മൾ ഉണ്ടാക്കി സെക്കൻഡ് ബേസ് ഇതിലേക്ക് നന്നായി സ്പ്രെഡ് ചെയ്ത് ലെയറാക്കി സെറ്റ് ചെയ്തെടുക്കാം. സെക്കൻഡ് ലെയർ ആയതിന് ശേഷം മിനിമം 1 hour എങ്കിലും ഇത് ഫ്രീസ് ചെയ്ത് എടുക്കണം. അപ്പം ഞാൻ ഓൾറെഡി നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിത് ഫ്രീസ് ചെയ്യാൻ വെച്ചിട്ട് എടുക്കാൻ പോയി. എന്നിട്ട് രാവിലെയാണ് ഞാൻ ബാക്കി പരിപാടികൾ സ്റ്റാർട്ടാക്കിയത്. രാവിലെ തന്നെ ചോക്ലേറ്റും മിൽക്കും കൂടിയിട്ട് ചോക്ലേറ്റിൻ്റെ ക്രീം ഉണ്ടാക്കാൻ വിചാരിച്ചു. ഞാനിത് രണ്ടും മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഓവനിൽ ഒന്ന് ചൂടാക്കിയിട്ട് അങ്ങനെ സ്പൂൺ വെച്ച് മിക്സ് ചെയ്തിട്ടാണ് ക്രീം ഉണ്ടാക്കാറ്. അവനില്ലാത്തവർക്കാണെങ്കിൽ ജസ്റ്റ് മിൽക്ക് ചൂടാക്കിയിട്ട് ചോക്ലേറ്റിന് മേലെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. അപ്പോൾ നമ്മളത് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രീസറിൽ വെച്ച ബേസ് എടുത്ത് അതിൻ്റെ മേലേക്ക് ഈ ചോക്ലേറ്റിൻ്റെ ക്രീം നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് എല്ലാ സൈഡിലേക്കും ഇതുപോലെ ഈവണായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ഇതുപോലെ ചെരിച്ച് ഒക്കെ ആക്കിയിട്ട് എങ്ങനെയെങ്കിലും നിങ്ങൾ നിങ്ങളുടെ കംഫർട്ട് രീതിയിൽ സ്പ്രെഡ് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞ് കുറച്ച് അറ്റത്ത് ഫില്ല് ചെയ്യാത്തോടത്ത് ഞാൻ വീണ്ടും സ്പൂൺ വെച്ച് കുറച്ച് എക്സ്ട്രാ ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ മൊത്തത്തിൽ അത് കവറായി കിട്ടി. എന്നിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ ഇത് സെയിം ലെവലിലായിട്ട് ഇരിക്കുന്നു. ഇനി ഇതിന് മേലേക്ക് നമ്മൾ ഡെക്കറേഷൻ പരിപാടിക്ക് പോവുകയാണ്. പിസ്താഷ്യോയുടെ സ്പ്രെഡ് എടുത്തിട്ട് ഞാനിങ്ങനെ ഓരോ ലൈൻസ് ഇട്ട് കൊടുത്തിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ വിചാരിച്ചു. അങ്ങനെ ഇത് നമ്മൾ ഡെക്കറേഷൻ പരിപാടികൾ നടക്കുന്നു. കേക്ക് ഉണ്ടാക്കാൻ പൊതുവേ ഈസിയാണ്. പിന്നെ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടി കഴിഞ്ഞാൽ ഒരുപാട് ഈസിയാണ്. ആകെക്കൂടി നമ്മൾ ഈ ഫ്രീസറിൽ വെച്ച് ഒരു വെയിറ്റിംഗ് പീരീഡ് മാത്രമേ ഇതിനുള്ളൂ.
പിന്നില്ലേ എനിക്ക് ഈ കേക്ക് ഉണ്ടാക്കുമ്പോ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ടൈമാണ് ഈ ഡെക്കറേഷൻ ടൈം. ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റിയ ഒരു സംഭവം. എനിക്ക് തോന്നുന്നു മിക്ക കേക്ക് ബേക്ക് ചെയ്യുന്നവർക്കും ഇഷ്ടപ്പെട്ട ഒരു പ്രോസസ് ആയിരിക്കും ഇതിനൊന്ന് ഭംഗിയാക്കി എടുക്കുക, എന്നിട്ട് അതിന്റെ ആ ഫൈനൽ ലുക്ക് കാണാന്നുള്ളത് അല്ലേ. ഇനി നമുക്ക് ഇതൊരു 6 hours ഫ്രീസ് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ പിസ്താഷ്യോ കുനാഫ ചീസ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. കുറെ പേർക്ക് അത് കട്ട് ചെയ്തിട്ട് കാണുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കട്ട് ചെയ്തതാണ്. ഇതൊരു ചീസി ഒരു ക്രഞ്ചി ടൈപ്പ് ഓഫ് ടെക്സ്ചർ ആണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്തൊക്കെ, ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. ട്രൈ ആക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുക. ഞാൻ അതിൽ ഷോർട്സ് ആയിട്ട് കുറേ റെസിപ്പീസ് പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അപ്ഡേറ്റഡ് ആയിട്ട് കാണുക, ഫീഡ്ബാക്സ് അറിയിക്കുക. സോ ബൈ, എൻജോയ്.